ഇത് ട്രെയിലർ മാത്രമാണ്, സിനിമ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ സന്ദീപ് വാര്യരുടെ വാക്കുകളാണ്. സന്ദീപ് വാര്യർ നന്നായി കളിച്ചു. അതായത് ഇവിടെ കോൺഗ്രസിലേക്ക് BJPയിലെ കൗൺസിലർമാരെയും പ്രസിഡന്റുമാരെയും പാലക്കാട് നിന്ന് നല്ലതുപോലെ വലിച്ചെടുക്കാൻ സന്ദീപ് വാര്യർ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസ് അല്ല BJP എന്നും അതിനപ്പുറം BJP നയിക്കുന്നൊരു ശക്തിയുണ്ട് എന്നും സന്ദീപ് വാര്യർ മറന്നുപോയി. അതിൻ്റെ പേരാണ് RSS. ഇന്ന് രാവിലെ വരെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി, പലയിടത്തും BJPയിൽ പൊട്ടിത്തെറി, മറ്റ് സംവിധാനങ്ങൾ നടക്കുന്നു, BJP തകരുന്നു, BJPയുടെ മൊത്തത്തിലുള്ള സംഘടനാ സംവിധാനം തകരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ RSS നേതൃത്വം നേരിട്ടിടപെട്ടു. പ്രശ്നങ്ങളെല്ലാം സോൾവ്. പാലക്കാട് പ്രശാന്ത് ശിവൻ തന്നെ പ്രസിഡൻ്റാകും. മറ്റ് സ്ഥലങ്ങളിൽ ആരെയൊക്കെയാണോ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് അവരൊക്കെ തന്നെയാകും. എല്ലാ പ്രശ്നങ്ങളും RSS കൃത്യമായി ഇടപെട്ട് എല്ലാ രീതിയിലുമുള്ള പരിഹാരം കണ്ടെത്തും. സന്ദീപ് വാര്യരുടെ കിളി പോയോ? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാലക്കാട് BJPയിൽ നിരവധി തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉടലെടുത്തതാണ്. പ്രധാനമായിട്ടും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൽ അസ്വാരസ്യങ്ങൾ പല നേതാക്കളും പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഈ പ്രശാന്ത് ശിവനും കൃഷ്ണകുമാറിന്റെ നോമിനിയാണ് എന്നതിനെ ചൊല്ലിയാണ് പ്രധാനമായിട്ടും പല രീതിയിലുള്ള വിമതസ്വരങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നത്. ഇതേ ആളുകൾ തന്നെ നേരത്തെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൽ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയവർ തന്നെയാണ് ഈ കൗൺസിലർ അടക്കം നിരവധി ആളുകൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശാന്ത് ശിവനെ താല്പര്യമുള്ളവരാണോ പാലക്കാട്ടെ പല അണികളും എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഇദ്ദേഹത്തെക്കാളും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സപ്പോർട്ട് മറ്റ് പല ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ പിന്തള്ളിയാണ് ഈ കൃഷ്ണകുമാറിൻ്റെ നോമിനിയായിട്ടുള്ള പ്രശാന്തിനെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തർക്കം നിലനിൽക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ, അദ്ദേഹം ഒരു യുവചെറുപ്പക്കാരനല്ലേ, യുവചെറുപ്പക്കാർ ഇത് നേതാക്കളായിട്ട് വരണ്ടേ, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ നമുക്ക് ഉയർന്നു കേൾക്കാമെങ്കിലും ഈ ഒരു ചോദ്യം, അതായത് മറ്റുള്ള ആളുകൾക്കൊക്കെ നിരവധി പിന്തുണ കിട്ടിയിട്ടും എന്തിന് പ്രശാന്ത് ശിവനെ മുമ്പോട്ട് കൊണ്ടുവന്നു, അതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതിന് ഏത് രീതിയിൽ ആരൊക്കെയാണ് അവരെന്നും ധന്യക്ക് അറിയോ ആ പിന്തുണ കിട്ടിയ ആരും? ഈ പിന്തുണ കിട്ടിയ ആളുകൾ എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായി ആ പദം ഒഴിഞ്ഞടുത്ത തിരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് LK അദ്വാനിയാണ് പാർട്ടിയെ നയിക്കാൻ യോഗ്യൻ, അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി വാജ്പേയിയെ പോലെയൊക്കെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെ പോലെയൊക്കെ നമുക്കറിഞ്ഞൂടാത്ത ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോലെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് LK അദ്വാനി എന്ന് പറയുന്നത്. LK അദ്വാനി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറാൻ പോകുന്നത് എന്ന് ഇന്ത്യ മുഴുവൻ വിശ്വസിച്ചിരുന്ന സമയത്താണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു RSS പ്രവർത്തകൻ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു RSSകാരൻ, RSSൽ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയിലേക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിലേക്ക് വന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ RSS തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കും ഇടയാക്കി. കാരണം ഇന്നലെ വന്ന ഒരാൾ, വലിയ വിവാദങ്ങളും വിമർശനങ്ങളും കേട്ട ഒരാൾ എന്തിനാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത്? LK അദ്വാനിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. LK അദ്വാനിയെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. LK അദ്വാനിക്ക് വേണ്ട സ്ഥാനം പാർട്ടി കൊടുത്തില്ല. ഇതൊക്കെയായിരുന്നു അന്ന് BJPക്കെതിരെ BJPക്കകത്തുള്ളവർ തന്നെ ഉന്നയിച്ച വലിയ ആരോപണങ്ങൾ. പക്ഷേ അവിടെ RSS ആണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മനുഷ്യനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുത്തത്. അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഈ പറഞ്ഞവരൊക്കെ ഒടുവിൽ തിരുത്തി പറയേണ്ട ഒരവസ്ഥയുണ്ടായി. അതായത് 3 തവണയാണ് BJP കേന്ദ്രം ഭരിക്കുന്നത്. അത് സംഘടനാ മികവ് കൊണ്ടാകാം, പ്രവർത്തകരുടെ സ്വാധീനം കൊണ്ടാകാം, എല്ലാ കടമ്പകളും കടന്നുകൊണ്ട് മോദി മാജിക് എന്ന് പറയുന്ന ഒരു സാധനം
100% വർക്കൗട്ട് ആയതുകൊണ്ടാണ് BJP 3 തവണ കേന്ദ്രം ഭരിക്കുന്ന തരത്തിലേക്ക് വിജയിച്ചത് എന്നുള്ളത് നമുക്കാർക്കും മാറ്റി നിർത്തി സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് RSSന് കൃത്യമായി അറിയാം. ഇപ്പോൾ എനിക്ക് ഗൗതമിനോട് വൈരാഗ്യവും വിരോധവും ഉണ്ടെങ്കിൽ, ഗൗതം ഇപ്പോൾ നല്ലപോലെ വാർത്ത ചെയ്യുന്ന മാധ്യമ പ്രവർത്തനാണെങ്കിലും എനിക്ക് ഗൗതമിനോട് വ്യക്തിപരമായി എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യമല്ല ഞാൻ നോക്കുന്നത്. ഗൗതം ആളത്ര ശരിയല്ല, അവൻ്റെ പോക്കത്ര നല്ലതല്ല, ഇവ എന്ത് കണ്ടിട്ടാണ് നടക്കുന്നത്, ഇവൻ്റെ അവതരണമേ ശരിയല്ല എന്ന വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വെറുപ്പാണ് ഞാൻ ഗൗതമിനോട് തീർക്കുന്നത്. ഗൗതം എന്ന മാധ്യമ പ്രവർത്തകൻ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനാണ്. ഏറ്റവും നന്നായി സ്റ്റഡി ചെയ്ത്, ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്, ഏറ്റവും നന്നായി സ്റ്റഡി ചെയ്ത് ഏറ്റവും നന്നായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു വാർത്താ മാധ്യമ പ്രവർത്തനമാണ് ഗൗതം എന്ന് പറയുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ. പക്ഷേ ഗൗതമിനോട് എനിക്ക് വ്യക്തിവൈരാഗ്യം തോന്നുമ്പോൾ ഞാൻ മാനേജ്മെൻറ്റിനോട് ഗൗതമിനെ കുറിച്ച് 10 കുറ്റം പറഞ്ഞാൽ ഗൗതം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ്റെ കഴിവില്ലാതാകുമോ? ഒരിക്കലും ഇല്ല. അത് ഒരു പാർട്ടിക്കകത്ത് എല്ലാവരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ പേരെയും ഒരേ തരത്തിൽ, അല്ലെങ്കിൽ യുവ തലമുറകൾ വരട്ടെ, യുവത്വം വരട്ടെ, അവരാണ് ഇനി പാർട്ടിയെ നയിക്കേണ്ടത്. അവർക്ക് മാത്രമേ ഇനി പാർട്ടിയെ, ഇപ്പോൾ അടിത്തട്ടിൽ ഇവരെക്കാൾ കൂടുതൽ പാർട്ടിക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചവർ, പാർട്ടിയെ എന്താ പറയുക, ഒരു സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി BJP ഒരു കാലത്ത് വേരുറയ്ക്കാത്ത സമയത്ത് RSS അത്രത്തോളം കിണഞ്ഞ് പരിശ്രമിച്ച് പണിയെടുത്താണ് BJP എന്നൊരു പറയുന്ന ഒരു പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. എല്ലാ ഘട്ടത്തിലും RSSന്റെ ഇടപെടലാണ് BJPയെ വളർത്തിയത്. എവിടെയൊക്കെ BJP തളരുന്നു അവിടെയൊക്കെ BJPയെ വളർത്തുന്നത് RSS ആണ്. ആ RSS ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും. ആ ആള് മറ്റൊരു രീതിയിലും എന്താ പറയുക, തിരുത്തപ്പെടേണ്ട ഒരാളായിരിക്കില്ല. ഇനി തിരുത്തപ്പെടാൻ അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി പ്രവർത്തകരാണ് തിരുത്തേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു വിമത സ്വരം ഉയരുമ്പോൾ ഏതെങ്കിലും അടുപ്പമുള്ള മാധ്യമ പ്രവർത്തകനെ വിളിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ വാർത്ത കൊടുത്തോ, ബ്രേക്കിംഗ് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ മോശമാക്കുന്നതല്ല പാർട്ടിക്കകത്ത് നിന്ന് ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യേണ്ടത്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പുറത്തേക്ക് വരാം, മറ്റു പാർട്ടിയിലേക്ക് പോകാം. സന്ദീപ് വാര്യറൊക്കെ ചെയ്തതുപോലെ. വാര്യർ ഇന്നലെ ദിവാസ്വപ്നമൊക്കെ കണ്ടാണ് ഉറങ്ങിയത്. ഇന്ന് രാവിലെ കുറേ പേർ BJPയിൽ നിന്ന് ഇങ്ങോട്ട് വരും. 9 കൗൺസിലർമാരാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവരെ ഷോളിട്ട് സ്വീകരിക്കണം. വാർത്താ സമ്മേളനം 11 മണിക്ക് VD സതീശനും സന്ദീപ് വാര്യറും കൂടെ ചേർന്നിരുന്ന് നടത്തും. BJPയിലെ BJP അങ്ങനെയാണ്, BJP ഞങ്ങളെ ഞങ്ങൾക്ക് വില തന്നിട്ടില്ല, BJP ഞങ്ങളെ കൂടുതൽ സ്വീകരിച്ചില്ല, ഞങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് മോദി, അങ്ങനെയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്, വെറുപ്പിൻ്റെ നേതാവാണ്. പിന്നെ സുരേന്ദ്രനെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് എന്തുകൊണ്ട് ജയിക്കാൻ പറ്റാതിരുന്നത്? അത് കൃഷ്ണകുമാറിനെ പാർട്ടിക്കാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവിടെ വ്യക്തിയാണ്. ഇപ്പൊ കൃഷ്ണകുമാറിനെ പോലുള്ള ഒരാൾ, ഇപ്പൊ ചെയർമാൻ അടക്കം നിരവധി ആളുകൾ വരും, ഇദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് ചുമതലപ്പെടുത്തിയാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജിവെക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ലെ, ഇപ്പൊ രാജി മാറ്റിയല്ലോ, മാറിയല്ലോ. അതാണ് ഗൗതം പറഞ്ഞത്. വ്യക്തികളോടുള്ള എന്താ പറയുക, ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവർ പലരുമുണ്ട് BJPയിൽ. ഒരു കസേരയൊന്നുമല്ല ഒരു പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തകർ തീർച്ചയായിട്ടും സ്ഥാനമാനങ്ങൾ മോഹിച്ചു വരുന്നവരാണ്. നമുക്ക് അവരെ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളത് ഏത് പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അർഹിക്കുന്ന സ്ഥാനം BJPയിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ എണീച്ചു പോവേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപ് വാര്യർക്ക് വേണ്ട പരിഗണന പാർട്ടിക്കകത്ത് നിന്ന് കിട്ടിയില്ല. സന്ദീപ് വാര്യർ സ്ഥാനം മോഹിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ സ്ഥാനം പാർട്ടിക്കകത്ത് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞെന്ന് സന്ദീപ് വാര്യർ പ്രവർത്തിച്ചേനെ. വ്യക്തികളോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അതല്ല നോക്കേണ്ടത്. ഒരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ വ്യക്തി യോഗ്യനാണോ, പാർട്ടിയെ വളർത്താൻ ആ വ്യക്തി യോഗ്യനാണോ? പ്രശാന്ത് ശിവനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകാം. കൃഷ്ണകുമാറിനോട് കാണിക്കുന്ന വൈരാഗ്യം കൃഷ്ണകുമാറിന്റെ പെട്ടി ചുമക്കുന്ന പ്രശാന്ത് ശിവനോടും ഉണ്ടാകാം.